മനസ്സ് തുറക്കുവാനും ഹൃദയം പകരാനും ഒരിടവേണ്ടത് അവിടെ യേശുവിൻ്റെ അടുത്ത് അവിടെ മാത്രമേ ഉള്ളൂ. നമ്മളെ മനസ്സ് മൊത്തം അങ്ങ് തുറന്ന് പറയാം. സ്തോത്രം. ഒന്നും കുറ്റം പറയത്തില്ല, ഒന്നും തള്ളി പറയൂല, മാറിപ്പോന്ന് പറയൂല അല്ലേ. മാറ്റിവിടാത്ത ഒരാളേ ഉള്ളൂല്ലേ യേശു. നമ്മുടെ എല്ലാ ദുഃഖവും പറയാം, നമ്മളെ എല്ലാ പരാതികളും പരിഭവങ്ങളും പറയാം, നമ്മുടെ എല്ലാ കണ്ണുനീരും പറയാം, എത്ര മണിക്കൂർ വേണോ പറയാം, എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം പറയാം. എല്ലാ ക്ഷമയോടെ കേട്ടിരിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അതാണ് യേശു ക്രിസ്തു. ഏതൊക്കെ പ്രശ്നത്തിൻ്റെ നടുവിലും ഏതെല്ലാം പ്രതികൂലത്തിൻ്റെ നടുവിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ള അവസ്ഥകൾ ഉള്ളതുപോലെ പങ്കിടാൻ ഒരാളേ ഉള്ളൂ, അതത്രേ യേശു ക്രിസ്തു. ഹല്ലേലൂയ. എല്ലാം പറയാം, എപ്പോഴും പറയാം. ആ കർത്താവ് നമ്മളെ മുറുക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. നമ്മുടെ കഴിവോ മിടുക്കോ കൊണ്ടല്ല. നമ്മൾ തളർന്നു പോകുമ്പോൾ, നമ്മുടെ ബലം കുറയുമ്പോൾ, നമുക്ക് ക്ഷീണം വരുമ്പോൾ, അതാണ് യെശയ്യാവ് 45 പറയുന്നത്. സ്തോത്രം. നീ എന്നെ അറിയാതെ, ആ വാക്യം വായിക്കാമോ? ആ വാക്യം വായിച്ചിട്ട് നമുക്ക് ന്യായാധിപന്റെ പുസ്തകത്തിലേക്ക് വരണം. 45-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അര മുറുക്കിയിരിക്കുന്നു. സ്തോത്രം. നീ എന്നെ അറിഞ്ഞില്ല, പക്ഷെ നീ എന്നെ അറിയാതിരിക്കുമ്പോഴും ഞാൻ നിന്റെ അര മുറുക്കിയിരിക്കുന്നു. അപ്പൊ നമ്മൾ അറിയാതെ നമ്മുടെ അരയെ മുറുക്കുന്ന ഒരു ദൈവമാണ് ആര്? നമ്മുടെ കർത്താവാകുന്ന ദൈവം. ആലല്ലേ. നമ്മൾ അറിഞ്ഞില്ല, പക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ അരയെ കർത്താവ് മുറുക്കുന്നു. വായിച്ചേ, 5 മുതൽ വായിച്ചേ. 5-ാം വാക്യം. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല, നീ എന്നെ അറിയാതിരിക്കുക. ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല. അപ്പൊ ഞാൻ ഒറ്റ ദൈവമേ ഉള്ളൂ. സ്തോത്രം. അറിയാതെ ഒരു ദൈവവുമില്ല. അടുത്ത, ഞാൻ നിന്നെ നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അര മുറുക്കിയിരിക്കുന്നു. ഇതുകൊണ്ടാണ് നമ്മളെ കർത്താവ് നമ്മൾ അറിയാതെ നമ്മൾ അടുത്ത് വന്ന് നിന്ന് നമ്മൾ അര മുറുക്കുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും ആ കർത്താവിൻ്റെ കൃപയിലും കർത്താവിൻ്റെ സമാധാനത്തിലും കർത്താവിൻ്റെ സന്തോഷത്തിലും നമ്മൾ പോകാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. പിന്നെയോ നമ്മൾ അറിയാതെ നമ്മുടെ അടുക്കൽ നിന്ന് നമ്മളെ അര മുറുക്കുന്ന ഒരു ദൈവം, നമ്മുടെ അരയെ മുറുക്കുന്ന ഒരു ദൈവം നമ്മുടെ ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോൾ അരയെ മുറുക്കുന്ന കർത്താവ് ഉണ്ടല്ലോ. പൗലോസും ശീലാസും വെളിച്ചപ്പാടത്തിന്റെ ഭൂതത്തെ പൗലോസ് അപ്പോസ്തലൻ ശാസിച്ചു എന്നുള്ള ഒറ്റ പേരിനാൽ ഒറ്റ കാര്യത്താൽ അവരെ അടിച്ചു നുറുക്കി തകർത്തെറിയുമ്പോഴും അര മുറുക്കിയ ഒരു ദൈവം ഉണ്ടായിരുന്നു. അവർക്ക് ദൈവത്തെ അറിയാം, ദൈവത്തിന് അവരെയും അറിയാമായിരുന്നു. ഇവിടെ അറിഞ്ഞില്ല, അവിടെ അറിയാമായിരുന്നു. അപ്പോഴും അവർ വീണു പോകാതെ അര മുറുക്കി അവരുടെ കൂടെ നിന്ന ഒരു ദൈവമുണ്ട്. അര മുറുക്കി. ആമേൻ. സ്തോത്രം. കാരാഗ്രഹത്തിന് അടിത്തട്ടിലാണ് കിടന്നതെങ്കിലും കർത്താവ് അര മുറുക്കിയത് കൊണ്ട് അർദ്ധരാത്രിയുടെ യാമത്തിൽ അവർ എഴുന്നേറ്റിരുന്ന കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ എഴുന്നേറ്റിരുന്ന് പാടാൻ തുടങ്ങി, ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. പ്രതികൂലത്തിലായിരിക്കാം നീ ഇവിടെ വന്നത്, പ്രശ്നത്തിലായിരിക്കാം വന്നത്. എന്നാൽ പ്രശ്നത്തിന്റെ അർദ്ധരാത്രിയിൽ, പ്രതികൂലത്തിന്റെ അർദ്ധരാത്രിയിൽ, പ്രതിസന്ധിയുടെ അർദ്ധരാത്രിയിൽ ആമേൻ പാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാച് കരുതി, ദുർഭൂതങ്ങൾ കരുതി ഇവരിനി പുറത്തു വരത്തില്ല, ഇവരിനി പുറത്തു വരികയില്ല എന്ന് ശത്രു വിചാരിച്ച് അവരെ ഒതുക്കിയ സ്ഥാനത്ത് ആമേൻ ഇവർ കരുതി പുറത്തു വരത്തില്ല. എന്നാൽ സൈന്യത്തിന്റെ അധിപതി ആരാധിച്ചപ്പോൾ അപ്പന്റെ ശക്തി അവിടെ അങ്ങോട്ട് ഇറങ്ങോ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്ത് പ്രാർത്ഥന വെളിപ്പെടുമ്പോൾ, ഇന്ന് ഇതിനകത്ത് ആരാധന വെളിപ്പെടുമ്പോൾ, ഇന്ന് ഇതിനകത്ത് സ്തോത്രവും സ്തുതിയും വെളിപ്പെടുമ്പോൾ, അപ്പനെ മഹത്വപ്പെടുത്താൻ തുടങ്ങുമ്പോൾ, ആത്മാവിൽ നിറഞ്ഞ് സ്തുതിക്കുമ്പോൾ, ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുമ്പോൾ ചിലതെല്ലാം പൊട്ടി എരിഞ്ഞ് അമരും, അടിത്തറ കുലുങ്ങും. ശത്രു കരുതി കാണും ഇവരെ രണ്ടുപേരും തീർത്തുകളയാന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കി. വെളിച്ചപ്പാടിന്റെ ഭൂതമൊക്കെ മാറി, വെളിച്ചപ്പാടത്തെ സ്ഥിതി സഹോദരി സൗഖ്യമായി. പക്ഷേ ശത്രുവായവൻ ചിന്തിച്ചു കാണും, എടാ നീ സ്തോത്രം ഞങ്ങളെ പുറത്താക്കി നിന്നെ പാഠം പഠിപ്പിക്കുന്നു പിശാച് വിചാരിച്ചു കാണും. എടാ പാഠം പഠിപ്പിക്കുന്ന ചില മിനിറ്റ് മാത്രമേ ഉള്ളൂ. എടാ നീ വേറൊരു വഴിയിലൂടെ കൊണ്ടുപോകുമ്പോഴോ നിന്റെ പദ്ധതി ഉടയാൻ പോകയാ. അവൻ ചിന്തിച്ച് ഒതുക്കാമെന്ന്, എന്നാൽ അവന്റെ ചിന്തയല്ല നടന്നത്, ദൈവത്തിന്റെ ചിന്ത അവിടെ. ഓ ആമേൻ. നിന്നെ ഒതുക്കി കളയാമെന്ന് ശത്രു ചിന്തിച്ച് നിന്നെ അടിച്ചു നുറുക്കി ഒതുക്കുമ്പോഴും അർദ്ധരാത്രി പ്രാർത്ഥിക്കുന്ന ഒരു പൈതലാണെങ്കിൽ ഞാൻ പറയാം, നീ ഒതുങ്ങത്തില്ല. ഇനി നീ ഇറങ്ങിയ തന്നടാ, ഇനി നീ ആരാധിച്ച തന്നടാ, ഇനി നീ പ്രാർത്ഥിച്ചത് തന്നടാ, ഇനി നീ സ്വത്രം ഭൂതത്തെ ശാസിച്ചത് തന്നെ. നീ ഇവിടെ ശാസിച്ചു അല്ലേ, ഇനി നീ കാരാഗ്രഹത്തിൽ കിടന്നാ മതി എന്ന് ഒതുക്കിയ സ്ഥാനത്ത് അവരെ ഒതുങ്ങിയിരിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. അവരുടെ മേലിരുന്ന അഭിഷേകത്തെ ഒതുക്കാൻ കഴിഞ്ഞില്ല.
ആമേൻ. ശരീരത്തെ ചിലപ്പോൾ നുറുക്കി കാണും, പക്ഷെ അകത്തെ മനുഷ്യനെ തൊടാൻ ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം നിന്റെ അകത്ത് ഒരുവനുണ്ട്, തളരാത്ത ഒരുവൻ, പതറാത്ത ഒരു. ഓ ആമേൻ, ആമേൻ, ആമേൻ. ആണെങ്കിൽ എത്ര വിശ്വസിക്കുന്നുണ്ട് നമ്മിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ? 1 യോഹന്നാൻ 4:4 എന്നിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. നമ്മിൽ ഒരുവനുണ്ട് ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ഓ ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തച്ചുടച്ച 33 കോടി ദുർഭൂതങ്ങളെ ചതച്ചു കളഞ്ഞ ഒരുവൻ. ശീലാസേ, ശരീരം നുറുക്കപ്പെട്ടു അല്ലേ, നിന്റെ പുറം ബലഹീനമല്ലേ, പക്ഷെ നിന്റെ അകത്ത് ബലഹീനമല്ല. നിന്റെ അകത്തിരിക്കുന്നവൻ സർവശക്തൻ. അവന് കോട്ടകളെ ഉടയ്ക്കാൻ വാള് വേണ്ട, അവന് കോട്ടകൾ ഉടയ്ക്കാൻ വില്ല് വേണ്ട, അവന് കോട്ടകൾ ഉടയ്ക്കാൻ ആയുധങ്ങൾ വേണ്ട. അവന്റെ പോരിന്റെ ആയുധങ്ങൾ ജഡിയങ്ങളല്ല, അവന്റെ പോരിന്റെ ആയുധങ്ങൾ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളതാണ്. ഈ ആയുധം എന്റെ മേലും നിന്റെ മേലും ദൈവം കൈമാറിയിട്ടുണ്ട്. അവര് പറഞ്ഞു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. അടുത്ത വാക്യം കൂടെ. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോട് അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. കണ്ടോ, വാതിൽ തുറന്നുണ്ടോ? അതുവരെ അങ്ങോട്ട് പള്ളിക്കാർ കയറാൻ പാടില്ല, അതുവരെ ആരാധനക്കാർക്ക് അങ്ങോട്ട് കയറാൻ പാടില്ല, അതുവരെ വചനം കേൾക്കാനും അവർക്ക് ഇഷ്ടം അല്ല. പക്ഷേ ഇവിടെ കാരാഗ്രഹം വന്നപ്പോൾ വാതിൽ തുറന്നപ്പോൾ വചനത്തിന്റെ വാതിലും രക്ഷിക്കപ്പെടേണ്ടവരുടെ വാതിലും എന്ത് ചെയ്തു? തുറന്നു. പ്രാർത്ഥിക്കുന്ന പൈതലെ, നിന്റെ മുമ്പിൽ ചിലതെല്ലാം തുറക്കാൻ പോകയാ. ഈ 2025 തുറക്കാൻ പോകയാ. നീ മടിക്കണ്ട, നീ തളരണ്ട, നീ ഭാരപ്പെടണ്ട. ഏതൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും രാത്രിയുടെ യാമത്തിൽ എൻ്റെ പ്രാണപ്രിയനോട് എഴുന്നേറ്റിരുന്ന് അങ്ങോട്ട് പറയുക. അമ്മേ സ്വത്ര. ഭയങ്കര മുഖവരകളൊന്നും വേണ്ട, സിമ്പിളായിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. അപ്പൻ്റെ അടുത്തിരുന്ന് നമ്മൾ അപ്പൻ്റെ അമ്മയുടെ അടുക്കൽ നിന്ന് സംസാരിക്കുന്നത് മുഖവര പറഞ്ഞിട്ടാണോ? ഓ സ്വത്ര, ഒരു മുഖവരയില്ല അല്ലേ? നമ്മൾ അപ്പനോട് അമ്മയോട് പറയുമ്പോൾ അപ്പനും അമ്മയും പണ്ട് ചെയ്തതെല്ലാം പറഞ്ഞിട്ടാണോ നമ്മൾ പറയുന്നത്? അല്ല, പിന്നെയോ? ദൈവത്തിന് സ്വത്ര, എല്ലാ കാര്യവും അങ്ങ് തുറന്ന് പറയുമല്ലേ. ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ ഒന്ന് ഹല്ലേലൂയ സ്തോത്രം. ഓർത്തു നോക്കുമോ നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? ഓർത്തു നോക്കുമോ നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? ഓർത്തു നോക്കുമോ? കഴിഞ്ഞ നാളിലെ വിടുതൽ. ഓർത്തു നോക്കുമോ നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. എത്ര രാത്രികളിൽ ഇറങ്ങി വന്ന ആ കർത്താവിനെ ഓർക്കാതിരിക്കാൻ കഴിയുമോ? വിലാപത്തെ നൃത്തമാക്കി മാറ്റിയ ദൈവത്തെ ഓർക്കാതിരിക്കാൻ കഴിയുമോ? വിലാപത്തിൻ്റെ നടുവിൽ നീ തീർന്നു എന്ന് പറഞ്ഞ് 4 ചുവരിനകത്ത് നിന്നെ ഒതുക്കിയ സ്ഥാനത്ത് നിന്ന് ഇറങ്ങി വന്ന് നിന്നെ പുറത്ത് കൊണ്ടുവന്ന എൻ്റെ ദൈവത്തെ ഓർക്കാതിരിക്കാൻ നിനക്ക് കഴിയുമോ? ഓ ജീസസ്, ഹല്ലേലൂയ. ഓ ദൈവത്തിന് സ്തോത്രം. തകർന്ന് കരഞ്ഞ് ഒരു സെക്കൻഡ് ഒഴിവില്ലാതെ കണ്ണുനീര് കൊണ്ട് കട്ടില്ല നനച്ച ആ നാളുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. ആ വിലാപത്തിൻ്റെ സ്വത്രം 2 ശീല അടിച്ചു മാറ്റിയിട്ട് ഒരു ആനന്ദത്തിൻ്റെ പുതപ്പും അണിയിച്ച് നമ്മെ പുറത്ത് കരം പിടിച്ച് കൊണ്ടുവന്ന എൻ്റെ ദൈവത്തെ ഒന്ന് ഓർത്തു നോക്കിക്കേ. മറക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ഓ ഒരിക്കലും കഴിയത്തില്ല, മറക്കാൻ കഴിയത്തില്ല. സ്തോത്ര. അപ്പോസ്തലന്മാർ അവിടെ നിറങ്ങിയപ്പോൾ ഒരു കൂട്ടം പേരെ കൊണ്ട് ഇറങ്ങിക്കൊണ്ടു. കാരാഗ്രഹം വന്നത് ശരി തന്നെ, അർദ്ധരാത്രി വന്നത് ശരി തന്നെ. എന്നാൽ ഒരു പ്രഭാതം ഉദിച്ചപ്പോൾ ഈ 2 പേരോടൊപ്പം ആരാധിപ്പാൻ പാരമ്പര്യത്തിന് തായി വരികൾ ആത്മാവിൻ്റെ വാളിറങ്ങി പൊളിച്ചിട്ട് അതിനകത്ത് നിന്ന് സ്തോത്ര. ഈ കാരാഗ്രഹം ഉള്ള കാലം ഉള്ളതല്ല, ഉള്ള കാലം ഈ കാരാഗ്രഹം ഇരുട്ടും അന്ധതമസ്സും അല്ല, ചങ്ങലയല്ല, പ്രശ്നമല്ല. അർദ്ധരാത്രിയുടെ യാമത്തിലുള്ള പ്രാർത്ഥനയുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപ അവിടെ അങ്ങോട്ട് ഇറങ്ങി. അവരെ മാത്രം പൊട്ടിച്ചെന്നല്ല സ്നേഹിതരെ, ദൈവത്തെ കണ്ടുമുട്ടാത്തവരുടെ അടിത്തറകളെ ഇളക്കി അവരെ കൂടെ ക്രിസ്തുവിൽ പണിത് പ്രഭാതത്തിൽ കൂട്ടമായിട്ട് പ്രാർത്ഥിക്കാൻ അപ്പോസ്തലന്മാരുടെ കൂടെ ഇപ്പൊ ആരും കൂടെ? ആ ദേശത്തിലുള്ള വൻ ശക്തികളെന്ന് പറഞ്ഞവർ എങ്ങനെ കുഞ്ഞാടിനെ പോലെ മുട്ടുമടക്കി, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. അതുവരെ
വരെ കൊമ്പത്ത് നിന്നവന്മാരെല്ലാം കാരാഗ്രഹത്തിനകത്തുള്ള പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഇവരെ ഒതുക്കിക്കളയാന്ന് പറഞ്ഞ സ്ഥാനത്ത് അവരുടെ അകത്തിരുന്ന സർവശക്തൻ മൊത്തത്തിൽ ഇറക്കിയപ്പോൾ ഇവരുടെ കൂട്ടത്ത് രാവിലെ പ്രഭാതത്തിൽ ആരാധിക്കാൻ കളിയാക്കിയവരും കാരാഗ്രഹത്തിനകത്ത് അടച്ചവരും ഉത്തരവ് കൊടുത്തവരും കൂടെ കൈയടിക്കാൻ തുടങ്ങി. നമുക്ക് ഒരുമിച്ച് ആരാധിക്കാന്ന് കുഞ്ഞാടായി അവർ മാറി. ചെന്നായായിരുന്നു, ഇപ്പം ആരായി മാറി? കുഞ്ഞാടായി മാറി. അവരൊരു ഉത്സവ വസ്ത്രം ധരിച്ചു, അവർ ക്രിസ്തുവിനെ ധരിച്ചു, അവർ മുട്ട് മടക്കി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, 2025 ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും അർദ്ധരാത്രിയിൽ. എന്നാൽ തൊട്ടപ്പുറത്ത് മിനിറ്റുകൾ കഴിയുമ്പോൾ ഒരു പ്രഭാതം ഉദിച്ചു വരും. ആ പ്രഭാതത്തിൽ കഴിഞ്ഞ ആ രാത്രിയിൽ അർദ്ധരാത്രി നീ ഒറ്റയ്ക്കിരുന്നാ പ്രാർത്ഥിച്ച്, പക്ഷെ പാടിയത് ആരാധിച്ചു. പക്ഷെ ഇനി അടുത്ത സെക്കൻഡ് കഴിയുമ്പോൾ നിന്റെ കൂടെ ഇരുന്ന് കൈയടിച്ച് പാടി ആരാധിക്കാൻ ചിലരെയും കൂടെ. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന സ്തോത്രം. മനുഷ്യനെ നോക്കാതെ, ആരെ നോക്കല്ലേ? മനുഷ്യനെ നോക്കി തളർന്നു പോകല്ലേ. സ്തോത്രം. പിന്നെ ആരെ നോക്കണം? ദൈവത്തെ നോക്കണം. ദൈവത്തെ നോക്കണം. സ്തോത്രം. നമുക്കറിയാം, ഞാൻ ഡിസംബർ 31 പറഞ്ഞ് പ്രസംഗിച്ചൊരു വരിയാണ്. സ്തോത്രം. അഹരോനെ മാറ്റി നിർത്തി അല്ലേ? സ്തോത്രം. പക്ഷെ അഹരോൻ ദൈവത്തെ നോക്കിയില്ലേ? പേര് കമ്പ് വെട്ടി വടി വെച്ചപ്പോൾ ഒരു വടിയിൽ ആരുടെ പേരെഴുതി? അഹരോൻ്റെ പേരെഴുതിയില്ലേ? രാവിലെ ഒറ്റ രാത്രി കൊണ്ട് എന്ത് ചെയ്തു? മാറ്റി നിർത്തിയവനെ ഒറ്റ രാത്രി കൊണ്ട് ദൈവം സെലക്ട് ചെയ്തു. ബാക്കി സകല കമ്പിന്റെ നടുവില് എല്ലാം ഉണങ്ങിയിരിക്കുമ്പോൾ മാറ്റി നിർത്തിയവൻ പ്രഭാതമായപ്പോൾ അർദ്ധരാത്രിക്ക് അവരെ മാറ്റി നിർത്തിയെങ്കിൽ, ഒരു പ്രഭാതമായപ്പോൾ മാറ്റി വിട്ടതിന്റെ നടുവിൽ ഒറ്റപ്പെട്ടവനെ മാത്രം കിളിർപ്പിച്ച് പൂത്ത് കായ്പിച്ച്. നിങ്ങൾക്ക് എത്രക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവരും ചിന്തിച്ചവൻ്റെ അർദ്ധരാത്രി മാറുകയില്ലെന്ന്. എന്നാൽ സ്വർഗത്തിലെ ദൈവം സ്വത്രം മറന്നില്ല. അർദ്ധരാത്രി കഴിഞ്ഞ് പ്രഭാതമായപ്പോൾ ഒറ്റ രാത്രി കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് വടി പൂത്ത് കായ്ച്ച് ഫലം വന്നു. വർഷങ്ങൾ എടുക്കുന്നത് ഒരു രാത്രി, ചില മണിക്കൂറുകൾ, ചില മിനിറ്റുകൾ കൊണ്ട് സൃഷ്ടികളാക്കി സെക്കൻഡുകൾ കൊണ്ട്, ചിലതിന്റെ കെട്ടുകളെ, കോട്ടകളെ, ദുർഭൂതങ്ങളെ ഉടച്ചുകൊണ്ട്, ചിലരെ കൂടെ തായ് വേരുകൾ അറുത്തുകൊണ്ട് ഈ ക്രിസ്തുവിൽ കൊണ്ട് നിർത്തുവാൻ യേശുവിന് വർഷങ്ങളൊന്നും വേണ്ടെന്ന് ജീസസ്. ഹല്ലേലൂയ. മാറ്റിവിട്ട അഹരോനെ ഒറ്റ രാത്രി കൊണ്ട് കളിപ്പിച്ചു. നമുക്കറിയാം, ലേവിയെ അപ്പൻ പോലും മാറ്റിവിട്ടൂല്ലേ? ലേവിയെ കൂട്ടരുതെന്ന് പറഞ്ഞൂല്ലേ? മാറ്റിവിട്ടൂല്ലേ? അവസാനം സ്വത്രം മോശ എന്ന ഭക്തൻ പർവ്വതത്തിൻ്റെ മുകളിലിരിക്കുമ്പോൾ കീഴെ ഇതാ ഒരു കൂട്ടം പേർ സ്വത്രം ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി. മോശയെ കാണാനില്ല, ഞങ്ങൾക്ക് ആരാധിക്കാൻ ദൈവത്തെ വേണമെന്ന് പറഞ്ഞപ്പോൾ അഹരോൻ തൻ്റെ അകത്ത് സൂക്ഷിച്ചിരുന്ന, തൻ്റെ പാക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന കൊത്തുള്ളി എടുത്ത് എല്ലാ സ്വർണവും വാങ്ങി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അവിടെ ആരാധന തുടങ്ങുമ്പോൾ സ്വർഗത്തിൽ ദൈവം മോശയെ ഇനി താഴെ വിട്ടു. മോശ താഴെ ഇറങ്ങി വരികയാണ്. വരുമ്പോൾ കയ്യിലിരുന്ന കൽപ്പലക വലിച്ചെറിഞ്ഞു. സ്വത്രം താഴെ ഇറങ്ങി വന്നു. ഈ കാളയെ ഇടിച്ച് പൊടിയാക്കി, തരിയാക്കി, കലക്കി, എല്ലാത്തിനെയും കുടിപ്പിച്ച് തീർത്ത് തകർത്തു. അവിടെ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ യഹോവയുടെ പക്ഷത്തുള്ളവൻ ആരെന്ന് ചോദിക്കുമ്പോൾ ബാക്കി എല്ലാവരും മാറി നിൽക്കുമ്പോൾ ലോകം മുഴുവൻ പണ്ട് മുതലേ മാറ്റി നിർത്തിയ ഒരു ലേവ്യൻ ഉണ്ടായിരുന്നു. അവൻ ഓടി വന്നു. ആമൻ കഴിഞ്ഞ നാള് വരെ അവനെ മാറ്റിവിട്ടെങ്കിൽ ആ അർദ്ധരാത്രി കഴിഞ്ഞ പ്രഭാതമായപ്പോൾ ഹല്ലേലൂയ, ആ മനുഷ്യൻ ഓടി വന്ന് പറഞ്ഞു, അഹരോൻ സ്തോത്രം, ലേവിയൻ ഓടി വന്നു കണ്ട് മാറ്റിവിട്ട സ്ഥാനത്ത് അവൻ ഓടി വന്നു. ആ ലേവ്യനെ ശുശ്രൂഷയ്ക്കകത്തങ്ങാക്കി. കണ്ടോ? ഒറ്റപ്പെട്ട് നിന്ന് അർദ്ധരാത്രി മാറ്റാൻ സെക്കൻഡുകളെ ഇവിടെ മനുഷ്യൻ വിചാരിച്ചു, ശത്രു വിചാരിച്ചു ഇവൻ വെളിയിൽ വരത്തില്ല. എന്നാൽ എൻ്റെ ദൈവത്തിനെ വെളിയിൽ കൊണ്ടുവരാൻ ഒരുപാട് കാലങ്ങൾ എടുത്തില്ല. പ്രാർത്ഥിക്കുന്ന മകനെ, പ്രാർത്ഥിക്കുന്ന മകളെ, എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും രാത്രിയുടെ യാമങ്ങളിലിരുന്ന് അപ്പനും നീയും തമ്മിൽ ഒരു ബന്ധമുണ്ടെങ്കിൽ എൻ്റെ ദൈവം മറക്കുന്നവനല്ല. സ്തോത്രം.
ആ പ്രാർത്ഥനയ്ക്ക് വേറെ കൂടുതലൊന്നും വേണ്ട. ഒരുപാട് ഫോർമാലിറ്റീസ് ഒന്നും എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ട. ഒരപ്പനും മകളും സംസാരിക്കുന്നത് പോലെ ഉള്ളതിനൊന്ന് ഹൃദയം തുറന്ന് പകരാമെങ്കിൽ, ഒരു പ്രാവശ്യം പറഞ്ഞു, 10 പ്രാവശ്യം പറഞ്ഞു, 50 പ്രാവശ്യം പറഞ്ഞു, എത്ര പ്രാവശ്യം പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കുന്ന അരുമനാഥനോട് പറഞ്ഞാൽ, പ്രാർത്ഥിക്കുന്ന പൈതലെ, പ്രാർത്ഥിക്കുന്നവൻ്റെ അടുക്കലാണ് ആലോചന ചോദിക്കാൻ വരുന്നത്. നിന്റെ പക്കലാണ് ആലോചന ഉള്ളത്. പ്രാർത്ഥിക്കുന്നതിൻ്റെ പക്കൽ ദൈവാലോചന ഉണ്ടെന്ന്, പ്രാർത്ഥിക്കുന്നതിൻ്റെ പക്കലാണ് ആലോചന എന്ന്. ഇരുമ്പ് രഥമുള്ളവന്റെ കയ്യിലല്ല ആലോചന. ഓ സ്തോത്ര. കഴിവും ശക്തിയും പ്രൗഢിയും ഉള്ളവന്റെ മേലല്ല ആലോചന. ഹല്ലേലൂയ. ന്യായാധിപൻ പുസ്തകം 4-ാം അധ്യായം വായിക്കുമ്പോൾ, അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആ കാലത്ത് ലപ്പിദോത്തിന്റെ ഭാര്യയായ ദെബോറ എന്ന പ്രവാചകി ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. വായിച്ചേ. ആ കാലത്ത് ലപ്പിദോത്തിന്റെ ഭാര്യയായ ദെബോറ എന്ന പ്രവാചകി ഇസ്രായേൽ ന്യായപാലനം ചെയ്തു. അവൾ എഫ്രൈം പർവ്വതത്തിൽ രാമയ്ക്കും ബേതേലിനും മധ്യയുള്ള ദെബോറയുടെ ഈത്തപ്പനയുടെ കീഴിൽ പാർത്തിരുന്നു. ഇസ്രായേൽ മക്കൾ ന്യായവിസ്താരത്തിന് അവളുടെ അടുക്കൽ ചെല്ലുക പതിവായിരുന്നു. പ്രാർത്ഥിക്കുന്നവളുടെ അടുക്കലാണ് ആലോചന ഉള്ളത്. പ്രാർത്ഥിക്കുന്ന ഒരു പൈതന്റെ അടുക്കലാണ് 2025 അന്നത്തെ കാലത്ത് ദെബോറയുടെ മേൽ ദൈവം പകർന്നിരുന്നത് പോലെ ചില ആലോചനകൾ കൈമാറുവാൻ ഈ അന്ത്യനാഴികയിൽ ദൈവത്തിന്റെ ആത്മാവ് എന്തൊക്കെ ആലോചനകളാണോ ഈ നാളുകളിൽ വേണ്ടത്, അതേ ആലോചനകളെ കൈമാറുവാൻ യേശു കർത്താവ് ചില മക്കളെ കാണുകയാണ്. ഇന്ന് ഈ ആരാധനയ്ക്കകത്തും നീ വന്നത് വെറുതെ അല്ല. നിന്റെ മേൽ ചിലതെല്ലാം ദൈവം കൈമാറുകയാണ്. എന്തിനു വേണ്ടിയെന്നറിയാമോ? ചില ആലോചനകൾ പകരാൻ. പ്രാർത്ഥനക്കാരുടെ മേൽ ചില ആലോചനകൾ പങ്കുവെക്കാനുണ്ട്, ചിലത് പറയാനുണ്ട്. അത് പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിലേ ഉള്ളൂ. മറ്റവന്റെ കയ്യിൽ രഥങ്ങൾ കാണും, വാള് കാണും, കുന്തം കാണും, ധനം കാണും, പേര് കാണും, പ്രശസ്തി കാണും. എന്നാൽ യേശു നിന്റെ അകത്ത ഈന്തപ്പനയുടെ കീഴിലാണെങ്കിലും പ്രാർത്ഥിക്കുന്ന ദെബോറയെ, നിന്റെ അടുക്കൽ വരുന്നവർ ദൈവത്തിന്റെ ഹിതമറിയാനാ വരുന്നത്. ഇന്ന് 2025 നിന്നെ കുറിച്ച് ദൈവത്തിനൊന്ന് പറയാനുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ ഇടത്തും വലത്തും ആരെയും നോക്കാതെ, മനുഷ്യനെ ലോകത്തെ നോക്കാതെ പ്രാർത്ഥിക്കാൻ നീ മുട്ടും മടക്കിയാൽ ഒരാലോചന കൈമാറാൻ നിനക്ക് ദൈവം തരാതിരിക്കയില്ല. ഒരുപാട് സഹോദരിമാർ അന്നത്തെ കാലത്തുണ്ടായിരുന്നു. എല്ലാവരുടെ അടുക്കലും ആലോചന ചോദിക്കാൻ പോയില്ലെന്ന്. പ്രാർത്ഥിക്കുന്ന സഹോദരിയുടെ അടുക്കൽ അവരുടെ കയ്യിൽ ആലോചനയുണ്ട്. അവർക്ക് ദൈവം കൈമാറിയ ചില ദൂതുകൾ. ദേശത്തിന്റെ കാവൽക്കാരി, നിന്റെ കയ്യിലാണ് ചിലത് കർത്താവ് ഏൽപ്പിക്കുന്നത്. പ്രവാചകനോട് പറഞ്ഞു, ഈ ചുരുൾ നീ തിന്നുക, തിന്നിട്ട് ഞാൻ കൊണ്ട് നിർത്തുന്നിടത്ത് നീ പ്രവചിക്കാം. 2025 ദൈവം ചിലത് നിന്റെ മേൽ കൈമാറുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. ആലോചന ഉള്ളത് സ്വത്രം എല്ലാവരും പോയ ആലോചന കിട്ടത്തില്ല. പ്രാർത്ഥിക്കുന്നവന്റെ അടുത്ത് പോയാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ പ്രാർത്ഥന കുറയാതെ മുന്നോട്ട് പോയാൽ ആലോചനയും കുറയത്തില്ല, ആത്മാവിന്റെ ഇടപെടൽ കുറയത്തില്ല, അഭിഷേകം കുറയത്തില്ലെന്ന്. അഭിഷേകം വർദ്ധിക്കുമെന്ന്. നാൾക്ക് നാൾ ശക്തിക്ക് മീതെ. നിനക്ക് പരാതി വരത്തില്ലെന്ന്, പരിഭവം വരത്തില്ലെന്ന്, പിണക്കം വരത്തില്ലെന്ന്, വേറെ ഒന്നും തോന്നുകയില്ലെന്ന്. കാരണം പ്രാർത്ഥന കൂടുമ്പോൾ ഇതെല്ലാം ഇടിയും. പ്രാർത്ഥന ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ ഇതെല്ലാം ഇടിയും. സ്വത്രം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ എല്ലാം ഇടിയുന്നത് പ്രാർത്ഥനയുടെ നടുവിലാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ ദുർശക്തികൾ ഇടിയും. ആമേൻ. നമ്മൾ പോലും അറിയത്തില്ല. അവന്റെ പദ്ധതികളെല്ലാം കത്തി എരിഞ്ഞ് ചണ നൂല് പോലെ, അവന്റെ പദ്ധതികൾ, അവന്റെ പ്ലാനുകളെല്ലാം ചണ നൂല് പോലെ കത്തി എരിഞ്ഞ് അമരും. നമ്മൾ പോലും അറിയത്തില്ല. സ്തോത്രം. വായിച്ചേ. അവൾ അബിനോമിന്റെ മകനായ ബാരാക്കിനെ ഏദേശ് നഫ്താലിൽ നിന്ന് വിളിപ്പിച്ച് അവനോട്, നീ പുറപ്പെട്ട് താബോർ പർവ്വതത്തിൽ ചെന്ന് നഫ്താലിയുടെയും സിബൂലിന്റെയും മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളുക. ഞാൻ യാബിന്റെ സേനാപതി. വിളിപ്പിക്കുന്നവൾ പ്രാർത്ഥനക്കാരി ആരാ? പ്രാർത്ഥിക്കുന്നവൻ ആരാ? ഒന്നുകൂടെ വായിച്ചു വന്ന വരി. അവൾ അബിനോമിന്റെ മകനായ ബാരാക്കിനെ ഏദേശ് നഫ്താലിയിൽ നിന്ന് വിളിപ്പിച്ച് അവനോട്, നീ പുറപ്പെട്ട്. കണ്ടോ, വിളിപ്പിച്ചു. കർത്താവേ, മക്കളെ ചെന്ന് പറ,
ഇന്ന ആളെ വിളിച്ച് ഇന്ന കാര്യം പറ, കൈമാറ. വിളിപ്പിക്കാ. അടുത്ത വരി. നീ പുറപ്പെട്ട് താബോർ പർവ്വതത്തിൽ ചെന്ന് നഫ്താലിയുടെയും സെബൂലിന്റെയും മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളുക. ഞാൻ യാബീന്റെ സേനാപതി സീസരെയും അവന്റെ രഥങ്ങളെയും സൈന്യത്തെയും ഈശോൻ തോട്ടിനരികെ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേൽ നിനക്കെതിരെയുള്ള സകലത്തെയും കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ. പ്രാർത്ഥിക്കുന്നവനെ ചങ്ങലയ്ക്ക് ഒതുക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കുന്നവനെ കാരാഗ്രഹത്തിൽ ഒതുക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കുന്നവനെ മനുഷ്യർക്ക് ഒതുക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കുന്നവനെ മുറിക്കകത്ത് ഒതുക്കാൻ പറ്റത്തില്ല. ആമേൻ ആമേൻ. ബന്ധിച്ചിടാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്ന നിന്റെ മേൽ ദൈവപ്രവൃത്തി ഇറങ്ങും. ഒന്ന് പ്രാർത്ഥിക്കുന്ന പൈതലെ, നീ പുറത്ത് വരുമ്പോൾ നിന്റെ കൂടെ ആരാധിക്കാൻ ഒരു കൂട്ടം പേർ കാണും. ഉറപ്പാ ഉറപ്പാ ഉറപ്പാ. 2, പ്രാർത്ഥിക്കുന്ന ദെബോറയെ നിന്റെ കയ്യിൽ ഒരു ആലോചന ദൈവം ഏൽപ്പിക്കുന്നു. കാരാഗ്രഹത്തിനകത്ത് ഒതുക്കാൻ പറ്റത്തില്ല. അവൻ പുറത്തു വരിക മാത്രമല്ല, അവന്റെ കൂടെ പ്രഭാതമാകുമ്പോൾ ഒപ്പം ഇരുന്ന് ആരാധിക്കുന്ന ഒരു സൈന്യം വരും. പ്രാർത്ഥിക്കുന്ന അഹരോനെ, നിന്നെ ലോകം മാറ്റി നിർത്തിയാലും ശരി, ഒറ്റ രാത്രി കൊണ്ട് പ്രഭാതമാകുമ്പോൾ ആ ഉണങ്ങിയതിനെ കിളിപ്പിച്ച് പോത്ത് കായ്പിക്കാൻ ഞാൻ ശക്തരെന്ന് ദൈവം പറയും. ആമേൻ ആമേൻ. എല്ലാവരും ഒഴിപ്പിച്ച് മാറ്റി നിർത്തി. എല്ലാവർക്കും അനുഗ്രഹം കിട്ടിയപ്പോൾ നിനക്ക് മാത്രം അനുഗ്രഹം തരാതെ കൂട്ടത്തിൽ ചേർക്കാതെ മാറ്റി നിർത്തിയ ലേവ്യനെ, ഹല്ലേലൂയ, ഒറ്റ രാത്രി മതിയടാ, ചില സെക്കൻഡുകൾ മതി പ്രഭാതമാകാൻ. നീ ഇതാ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെടുന്നു. തോറ്റ് തുന്നം പാടി ആലോചന കേട്ട്, ദൈവാലോചന കേട്ട് അതനുസരിച്ച് ദൈവജനം പോയി. അവിടെ തോൽക്കേണ്ടവൻ തോറ്റു, അവർ തോൽക്കേണ്ടവൻ തോറ്റു. ഇന്ന് പകൽക്കാലം പറയട്ടെ, പ്രാർത്ഥിക്കുന്ന ദെബോറേ, ആലോചന മക്കളെ നിന്റെ കയ്യിലാ. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് ചിലപ്പോൾ എല്ലാവരും നിന്റെ വീട്ടിനകത്ത് ഉറങ്ങായിരിക്കാം. പക്ഷെ നിന്നെ തട്ടിയിരുത്ത് ഉണർത്തിയിരുത്ത് പ്രാർത്ഥിപ്പിക്കുന്നത് എന്തെന്നറിയാമോ? എൻ്റെ അപ്പന് ചിലത് ആഴമായിട്ടുള്ളത് നിനക്ക് കൈമാറാനുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് ഒരുവൻ പ്രാർത്ഥിച്ചു. 16-ാം അധ്യായം 27-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ശിംശോൻ പ്രാർത്ഥന നഷ്ടപ്പെട്ടു, ആരാധന നഷ്ടപ്പെട്ടു, വിശുദ്ധി നഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ എത്രാമത്തെ കാര്യം പറയുന്നത്? ആരാ കാര്യം പറഞ്ഞേ? ആരാ അറിയാം? അപ്പോസ്തല പ്രവൃത്തി 16-ലതല്ലേ? എന്തോന്നാ പറഞ്ഞേ? സ്വത്രം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ കാരാഗ്രഹത്തിനകത്താക്കി പ്രാർത്ഥനയ്ക്കകത്ത് അവരിറങ്ങി. അവർ മാത്രമല്ല ഇറങ്ങിയത്, അവരോടൊപ്പം ദൈവത്തെ ആരാധിക്കാത്ത ഒരു കൂട്ടം പേർ പ്രഭാതമായപ്പോൾ ഒരുമിച്ച് മുട്ടുമടക്കി ആരാധിക്കാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. 2ാമത് ഞാൻ പറഞ്ഞു, അഹരോനെ ജനം ദുഷിച്ച് മാറ്റി നിർത്തി. ഒറ്റ രാത്രി കഴിഞ്ഞ് പ്രഭാതമാകുമ്പോൾ ഇതാ സെക്കൻഡുകൾ കഴിയുമ്പോൾ അവൻ്റെ പേരെഴുതിയ വടി കിളിർത്ത് പൂത്ത് കായ്ച്ചു. ദൈവം സൈൻ ചെയ്തു. പ്രാർത്ഥിക്കുന്നവൻ്റെ മേൽ ദൈവകൃപയെ പകർന്നു. 3ാമത് ഞാൻ പറഞ്ഞു, അപ്പൻ്റെ മകനിൽ ഒരു മകനാണ് ആര്? യാക്കോബിൻ്റെ മക്കളിൽ ഒരു മകനാണ് ആര്? ലേവി. ലേവിയനെ അപ്പൻ പോലും എല്ലാ മക്കളെയും വിളിച്ച് അനുഗ്രഹിക്കുമ്പോൾ ലേവിനെ മാത്രം യാക്കോബ് അനുഗ്രഹിച്ചില്ല. ലേവി തകർന്നു കരഞ്ഞ് ഒതുങ്ങി. അവനെ കൂട്ടത്തില്ല. ബാക്കി എല്ലാ മക്കളും ഒരുമിച്ച് കൂടി കല്യാണത്തിനും മറ്റ് ഫംഗ്ഷനും പങ്കെടുക്കുമ്പോൾ ലേവിയെ മാത്രം കൂട്ടത്തില്ല. സ്വത്രം അവനെ ഒഴിപ്പിച്ചു വിട്ടു. അവന് ഒരു നന്മയും യാക്കോബ് കൊടുത്തില്ല. എന്നാൽ അവൻ ഒതുങ്ങി മാറി നിന്നു. ഒരു ദിവസമാകുമ്പോൾ മോശ പാളയത്തിൽ ഇറങ്ങി നിന്ന് അലറി വിളിച്ചു, ആരുണ്ട് യഹോവയ്ക്കായി നിൽക്കാൻ? മാറി വേറെ ആരും വന്നില്ല. മാറി നിന്ന ലേവി ഓടി വന്ന്, ഞാനുണ്ട്. ലോകം മാറ്റിവിട്ടവനെ ഓടി വന്നു. അപ്പൻ്റെ വേലയ്ക്കായി, അവനെ പുതു ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേകത്തിൻ്റെ പുതപ്പിട്ട് അവനെ വേർതിരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും ഞാൻ പറയട്ടെ, സ്തോത്രം. 4ാമത് ഞാൻ പറഞ്ഞു, ദെബോറ. അവൾ പ്രാർത്ഥിക്കുന്നവളായിരുന്നു. ആലോചന ദെബോറയുടെ കയ്യിൽ. അവിടെ വന്ന് വലിയ വലിയ നേതാക്കന്മാരും രാജാക്കന്മാരും ആലോചന കേൾക്കാൻ, ദൈവാലോചന കേൾക്കാൻ വരുന്നത് പ്രാർത്ഥിക്കുന്നവരുടെ അടുക്കൽ ആലോചന കേൾക്കും. അവർ ക്രിസ്തുവിൻ്റെ മുൻപിൽ മുട്ടുമടക്കും, അനുഗ്രഹം പ്രാപിക്കും. അവരെല്ലാം വിടുവിക്കപ്പെട്ടു. തീർന്നില്ല. സ്വത്രം. ആ സഹോദരി ദൈവം കൈമാറി, മോളെ നീ ഇന്നാളിനെ വിളിച്ച് വരുത്തിയിട്ട് യുദ്ധത്തിന് പുറപ്പെടാൻ പറയുക. അവർക്കെതിരെയുള്ള വൻ ശക്തികളെ ഞാൻ ഇന്ന സ്ഥലത്ത് വരുത്തും. അവരെ അമ്പെ പരാജയപ്പെടുത്തി ജയിച്ചു വരാൻ ഉള്ള ആലോചന ദെബോറയ്ക്ക് ദൈവം കൈമാറി.
ദൈവത്തിന് സ്തോത്രം. 5-ാമത് ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 27-ാം വാക്യം. അഭിഷേകം നഷ്ടപ്പെട്ട്, കൃപ നഷ്ടപ്പെട്ട്, ശക്തി നഷ്ടപ്പെട്ട്, ബലം നഷ്ടപ്പെട്ട്, ദൈവിക സമാധാനം നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ട് 2 കണ്ണും പൊട്ടക്കണ്ണനായി തകർന്ന് സ്തോത്രം 3000 പേർ അധികം ഇരിക്കുന്ന ഒരു ക്ഷേത്രത്തിനകത്ത് ഒരു കുരുട്ട് കണ്ണനെ പോലെ കൊണ്ട് കെട്ടിയിട്ടിരിക്കുമ്പോൾ ഒറ്റ വാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചു, അപ്പാ ഒരിക്കലത്തേക്ക്. ന്യായാധിപന്മാർ 16-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം വായിച്ചേ. അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എന്റെ 2 കണ്ണിനും വേണ്ടി, ഞാൻ എന്റെ 2 കണ്ണിനും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. ക്ഷേത്രം നിൽക്കുന്ന 2 നടുത്തൂണും ഒന്ന് വലം കൈ കൊണ്ടും മറ്റേത് ഇടം കൈ കൊണ്ടും ശിംശോൻ പിടിച്ച് അവയോട് ചാരി, ഞാൻ ഫെലിസ്ത്യരോട് കൂടെ മരിക്കട്ടെ എന്ന്. അവിടെ എത്ര പേരുണ്ടായിരുന്നറിയാമോ? 3000 പേര് ഇരിക്കുന്ന ഒരു മണ്ഡപമാണത്. അപ്പൊ ആ 3000 ഇവിടെ ഈ ഹോള് തന്നെ ഇങ്ങനെ ഇത്രയും ചുവരും കാര്യങ്ങൾ കൊടുത്താണ് നിർത്തിയിരിക്കുന്നത്. അപ്പൊ 3000 പേര് ഇരിക്കണമെങ്കിൽ എത്ര സ്ഥലത്തിലായിരിക്കും 3000 പേര് ഇരിക്കുന്ന ഒരു കെട്ടിടം നിൽക്കുക? ആ കെട്ടിടത്തിൽ കൊടുത്തിരിക്കുന്ന മെയിൻ തൂണ് 2. ഈ തൂണിന് എന്ത് ബലം കാണും? ഇത് ഒരാളിനെ കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. പിന്നെ ദൈവത്തിനെ കൊണ്ട് മാത്രമേ തകർക്കാൻ പറ്റൂ. അപ്പോൾ ശിംശോൻ എന്ന ആള് കണ്ണും കണ്ടൂടാ, ഒരുപക്ഷെ ആഹാരമില്ല, വളരെ ബലഹീനതയോടെ ശുഷ്കിച്ച് നാണം കെട്ടവനായിട്ട് കിടക്കുകയാണ്. പക്ഷേ അവൻ്റെ മേൽ ഇറങ്ങിയ ദൈവം അതല്ല. ഇന്ന് ഈ ദൈവമാണ് നമ്മുടെ മേൽ നിറച്ച് ഇവിടെ നയിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. നിനക്കെതിരെ ഉള്ളതിനെ തകർത്തിട്ട് നീയും കൂടെ തകരാനല്ല, നീ പുറത്തു വരാൻ പോകുന്നത്. ആമേൻ. ശക്തിക്ക് മീതെ പ്രാർത്ഥിക്കുന്ന പൈതലേ, 5-ാമത്തെ കാര്യം, നീ എവിടെയെങ്കിലും വീണുപോയിട്ടുണ്ടെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നഷ്ടപ്പെട്ട അഭിഷേകത്തെ പുതുക്കി പ്രാപിച്ചോണ്ട് വായിച്ചേ. ഞാൻ ഫെലിസ്ത്യരോട് കൂടെ മരിക്കട്ടെ എന്ന് ശിംശോൻ പറഞ്ഞു. ശക്തിയോടെ കുനിഞ്ഞു. ഉടനെ ക്ഷേത്രം അതിലുള്ള പ്രഭുക്കന്മാരുടെയും സകല ജനത്തിന്റെ മേൽ വീണു. അങ്ങനെ അവൻ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരെക്കാൾ അധികമായിരുന്നു. അപ്പൊ ശത്രുവിന്റെ സകല പദ്ധതികളെയും പൊളിക്കത്തക്ക നിലവാരത്തിലുള്ള അസാധാരണമായ ശക്തി സാധാരണക്കാരനായ ശിംശോന്റെ മേൽ കൃപ നഷ്ടപ്പെട്ട, അഭിഷേകം നഷ്ടപ്പെട്ടവൻ ദൈവത്തിലേക്ക്, മനുഷ്യരിലേക്ക് നോക്കിയ കണ്ണ് കുത്തിപ്പൊട്ടിക്കും. ദൈവത്തിലേക്ക് നോക്കിയ ശക്തി തരും. ആരെ വേണം? മനുഷ്യനെ വേണം? ലോകത്തെ വേണം? ദൈവത്തെ വേണോ? ദൈവത്തെ കണ്ടുമുട്ടിയാൽ, ദൈവത്തെ നോക്കിയാൽ പ്രശ്നമില്ലെന്നല്ല. നിങ്ങൾ വിചാരിക്കും ദൈവത്തെ നോക്കിയാൽ നിന്നെ തള്ളിയിടാൻ ആർക്കും പറ്റുകയില്ല. യേശുവിനെ നോക്കിയാൽ നീ വീഴുകയുമില്ല. ശിംശോൻ ദൈവത്തെ നോക്കി മനുഷ്യൻ അസാധ്യമായ കാര്യത്തെ ദൈവം ഇറങ്ങി നിന്ന് ചെയ്തു. പ്രാർത്ഥിക്കുന്ന പൈതലെ, നിന്റെ മേലും പുതിയ ശക്തിയെ പകരുവാൻ നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തന്ന് ഇരട്ടി ബലത്തോടെ 5 കാര്യം 5 രീതിയിൽ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി. നമുക്കെല്ലാം കേട്ട വചനത്തെ ഹൃദയത്തിൽ ധ്യാനിച്ച്